ഇനി സംസാരിക്കുന്ന തോന്നിയിട്ടില്ല. സൂപ്പറാണ് ആള്, അടിപൊളിയാണ്. പിന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ആണ്. എന്നെ വിളിച്ചിട്ടുകൂടിയില്ല, ഓണത്തിന് വിളിച്ചിട്ട് പറയാം ഇതുപോലെ എടാ എന്റെ എൻഗേജ്മെന്റാ. ഞാൻ പറഞ്ഞ വരത്തില്ല, ഞാൻ പറഞ്ഞ ഒന്നും പറഞ്ഞില്ല, എവിടാന്നും പറഞ്ഞില്ല, സമയം പറഞ്ഞില്ല. ഫസ്റ്റ് ടൈമാണ് അക്ഷയന് സാരി എടുത്ത് കാണുന്നത്. അതെ, ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി എടുത്ത് കാണണമെന്നൊക്കെ. അപ്പൊ സമയമാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. ഫസ്റ്റ് ടൈം എന്നെ സാരി എടുത്ത് അക്ഷയ കണ്ടത്. ഫസ്റ്റ് ലുക്ക് ഒന്നും പറയാനില്ല. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം അത് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് നേരത്തെ. ബേസിക്കലി ഞാനൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ. അപ്പം നമ്മൾ കൊലീഗ്സ് ആവുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. കാരണം ഇപ്പം ഞാൻ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അപ്പം എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷെ അവളായിരുന്നു എപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും എനിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഒരു സിസ്റ്റർ, മോർ ദാൻ എ ഫ്രണ്ട്, ഷി വാസ് മൈ സിസ്റ്റർ. ഞാനാണ് ആദ്യം ഇഷ്ടമെന്ന് പറഞ്ഞത്. പിന്നെ ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നു, കണ്ട് തന്നെ ഇഷ്ടമായി. കളിപ്പിച്ചിട്ട് ലാസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് ഇവിടെ നോന്ന് പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെറിയ ക്ലൂ ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ. ലാസ്റ്റ് ഞാൻ പറഞ്ഞു വേറെ പെൺകുട്ടീനെ ഇഷ്ടമാണ്, അങ്ങനത്തെ രീതിയിലുള്ളൊരു ഇതായിരുന്നു. എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇയാൾ പോയി പ്രപ്പോസ് ചെയ്യാം. കുട്ടി എന്താ പറയണെന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രി ഇങ്ങനെ എന്തോ പറഞ്ഞോണ്ടിരുന്നു. ഞാൻ ധൈര്യം ഉണ്ടെങ്കിൽ പോയി പ്രപ്പോസ് ചെയ്യാം, കുറെ നാളായല്ലോ ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞിട്ട് ആ ടൈമിലാണ് എന്നെ പ്രപ്പോസ് ചെയ്തത്.